കുറച്ച് ദിവസങ്ങൾ മുൻപ് ഇറാന്റെ ഖാർഗ് ദ്വീപിനെ പറ്റി നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. ഇറാൻ എന്ന വമ്പൻ രാജ്യത്തിന്റെ കഴുത്തിന് പിടിക്കണമെങ്കിൽ ശത്രുക്കൾ എവിടെ പിടിക്കണം എന്ന് വ്യക്തമാക്കുന്ന അവരുടെ ജീവനാഡിയായ ആ കൊച്ചു ദ്വീപിനെ പറ്റി. ഇപ്പോഴിതാ അമേരിക്ക ഇറാന്റെ കഴുത്തിന് തന്നെ കൃത്യമായി പിടികൂടിയിരിക്കുകയാണ്. ലക്ഷദ്വീപിനേക്കാൾ ചെറിയ ആ വിലക്കപ്പെട്ട ദ്വീപിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരം അമേരിക്കൻ സൈന്യം വെള്ളിയാഴ്ച വൻ ബോംബ് ആക്രമണം നടത്തിയിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഖാർഗ് ദ്വീപിലുള്ള ഈ ആക്രമണം ഇറാനെതിരെയുള്ള ഈ ഒരു വലിയ കരയുദ്ധത്തിന്റെ മുന്നോടിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാൻ യുദ്ധം 2 ആഴ്ച പിന്നിടുകയാണ്. സംഘർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞെങ്കിലും അവർ ലക്ഷ്യമിട്ട ആ ഭരണമാറ്റം ഇപ്പോഴും രാജ്യത്ത് നടന്നിട്ടില്ല. ഇതിന് മറുപടിയായി തങ്ങളുടെ തോൽവി മറച്ചുവെക്കാൻ ഇറാൻ ഗൾഫ് മേഖലയിലാകെ സംഘർഷം വ്യാപിപ്പിക്കുകയും ലോകത്തിന്റെ എണ്ണ കച്ചവടം നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിനെ ഫലത്തിൽ ബന്ദിയാക്കുകയും ചെയ്തിരുന്നു. ഇതിനുള്ള അമേരിക്കയുടെ അന്തിമ മറുപടിയാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഈ ബോംബാക്രമണം. പ്രതിവർഷം 950 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ കടന്നു പോകുന്ന രാജ്യത്തിന്റെ 90% സമ്പത്തും നിയന്ത്രിക്കുന്ന ഖാർഗ് ദ്വീപ് തകർന്നാൽ പിന്നെ ഇറാന് യുദ്ധം ചെയ്യാൻ പോയിട്ട് രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പോലുമുള്ള പണം പോലും ലഭിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ ദ്വീപ് ഇതിനു മുൻപും വലിയ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. 1980കളിൽ നടന്ന ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖ് സൈന്യം ഖാർഗ് ദ്വീപിന് നേരെ നിരന്തരമായി ബോംബിട്ടിരുന്നു. അന്ന് ഓരോ തവണ ബോംബ് വീഴുമ്പോഴും സാധാരണക്കാരായ ഇറാനിയൻ എഞ്ചിനീയർമാരും തൊഴിലാളികളും ജീവൻ പണയം വെച്ചാണ് കേടുപാടുകൾ പരിഹരിച്ചത്. കടലിനടിയിലൂടെയുള്ള സങ്കീർണമായ പൈപ്പ് ലൈൻ ശൃംഖലകളും അന്ന് ദ്വീപിനെ പൂർണ്ണമായ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു. അന്ന് ആ ദ്വീപിനെ സംരക്ഷിക്കുക എന്നത് ഇറാന്റെ ജീവൻ മരണ പോരാട്ടമായിരുന്നു. എന്നാൽ ഇന്നത്തെ സൈനിക സാഹചര്യവും ശത്രുവിന്റെ കരുത്തും തികച്ചും വ്യത്യസ്തമാണ്. ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രയേലും എത്രത്തോളം കൃത്യതയോടെയാണ് ഇറാനുമേൽ സൈനിക ആധിപത്യം സ്ഥാപിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇറാന്റെ വ്യോമാതിർത്തി ഇപ്പോൾ പൂർണ്ണമായും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നിയന്ത്രണത്തിലാണ്, അധീനതയിലാണ് എന്ന് തന്നെ പറയാം. ഈ സമ്പൂർണ്ണ വ്യോമാധിപത്യം നിലനിൽക്കുമ്പോഴാണ് അവർ അടുത്ത ഘട്ടമായിട്ടുള്ള കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഇറാനെ പൂർണ്ണമായി തോൽപ്പിക്കാനാകില്ല എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം. അമേരിക്കയുടെ ഈ യുദ്ധത്തിലുള്ള അന്തിമ ലക്ഷ്യം ഇറാനിലെ ഭരണമാറ്റമാണ്. അതിന് രാജ്യത്തിനുള്ളിലേക്ക് സൈന്യത്തെ ഇറക്കിയുള്ള കരയുദ്ധം അത്യാവശ്യമാണ്. ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രയേലും എത്രത്തോളം കൃത്യതയോടെയാണ് ഇറാനുമേൽ സൈനിക ആധിപത്യം സ്ഥാപിക്കുന്നത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ കഴിഞ്ഞത് ഇസ്രേലിയൻ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയും അമേരിക്കയുടെ സൈനിക മികവിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അമേരിക്കൻ പോർ വിമാനങ്ങൾ ഖാർഗ് ദ്വീപിൽ ഉൾപ്പെടെ യാതൊരു തടസ്സവുമില്ലാതെ ആക്രമണം നടത്തുന്നത്. ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും പോലുള്ള ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ഇസ്രയേൽ ഒതുക്കുമ്പോൾ മറുവശത്ത് ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ആകാശത്തിലും സാങ്കേതിക വിദ്യയിലും സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ കമാൻഡ് സെന്ററുകളും എണ്ണ സംഭരണികളും ഓരോന്നായി തകർത്ത് വളരെ ആസൂത്രിതമായ ഒരു കരയുദ്ധത്തിനുള്ള പശ്ചാത്തലമാണ് അവർ ഇപ്പോൾ ഒരുക്കുന്നത്. ഇറാനുള്ളിൽ ഇപ്പോൾ തന്നെ അവരുടെ എയർ സ്പേസ് അമേരിക്കയും ഇസ്രയേലും കൃത്യമായി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന വസ്തുത നിലനിൽക്കുമ്പോഴാണ് അവർ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് എന്ന് ഓർക്കണം. പേർഷ്യൻ ഗൾഫിലെ അനാഥയായ മുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇറാന്റെ ആ ഖാർഗ് ദ്വീപ് ഇന്ന് അമേരിക്കൻ ബോംബുകളുടെ തീജ്വാലയിൽ ഇറാനെ സാമ്പത്തികമായി ഇല്ലാതാക്കാനുള്ള ആ കിൽ സ്വിച്ച് അമേരിക്ക അമർത്തിക്കഴിഞ്ഞു. ഈ ആക്രമണത്തോടെ ഇറാൻ മണ്ണിലേക്കുള്ള അമേരിക്കയുടെ കരയുദ്ധം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഈ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കരയുദ്ധം അത്യാവശ്യമാണ്. വ്യോമാക്രമണം കൊണ്ട് മാത്രം ഇറാനെ തോൽപ്പിക്കാനാകില്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാം. കാരണം അമേരിക്കയുടെ ഈ യുദ്ധത്തിലുള്ള അന്തിമ ലക്ഷ്യം ഇറാനിലെ ഭരണമാറ്റമാണ്. പക്ഷെ അതിന് ഇറാനിലെ ജനതയുടെ പിന്തുണ കൂടി ആവശ്യമാണ്. യുദ്ധത്തിന് മുൻപ് ഖമേനി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച ഇറാനിലെ 60% ജനങ്ങളും അമേരിക്കയോടൊപ്പമായിരുന്നു. എന്നാൽ ഈ യുദ്ധത്തിന്റെ ആദ്യ ദിവസം അമേരിക്ക കാണിച്ച ആ വലിയ പിഴവ് എല്ലാം മാറ്റിമറിച്ചു. ഇറാനിലെ ഒരു സ്കൂളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ നിരപരാധികളായ 160 കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. 2016 കാലഹരണപ്പെട്ട ഡാറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുമാണ് ആ ഭയാനകമായിട്ടുള്ള പിഴവിന് കാരണം എന്ന് അമേരിക്കൻ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. എന്തു തന്നെ ആയാലും ആ സംഭവത്തിനു ശേഷം ജനങ്ങളുടെ പിന്തുണ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു. അവരിൽ പലരും ഇപ്പോൾ IRGCക്ക് ഒപ്പമോ അല്ലെങ്കിൽ നിഷ്പക്ഷ നിലപാടിലോ ആണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിന്റെ അന്തിമ ലക്ഷ്യം അമേരിക്കയ്ക്ക് നേടാനാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് മലയാളം.